ഒരു സെലിബ്രിറ്റിയാ, കേരളത്തിലെ 10ാമൻ, ഓൾ ഇന്ത്യയിലെ 480. അപ്പൊ ആള് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഡൗൺ ആവും. തീർച്ചയായിട്ടും മോന്റെ ഹാർഡ് വർക്ക്, ബ്രില്യന്റിന്റെ സപ്പോർട്ട്, ഈശ്വരാനുഗ്രഹം എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ അവന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആകെ ഒരു പ്രാർത്ഥന, ഏതെങ്കിലും അത്യാവശ്യം ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അതായിരുന്നു പ്രാർത്ഥന. റിസൾട്ട് വന്നപ്പോൾ ശരിക്കും അതിനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രില്യൻ മെഡിക്കോൺകർ 2025 2025 നീറ്റ് എക്സാമിൽ വിജയം കൈവരിച്ച ബ്രില്യനിലെ ചുണക്കുട്ടികൾക്ക് അവാർഡ് നൽകുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നമുക്കൊരു സെലിബ്രിറ്റി ഫാമിലിനെ ഇന്ന് പരിചയപ്പെടാം. 22 ലക്ഷത്തിലധികം കുട്ടികൾ മാറ്റുരച്ച നീറ്റ് 2025 എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്കിംഗ് 480 കൈവരിച്ച് കേരള റാങ്കിംഗ് 10 നേടിയ നമ്മുടെ ഒരു സെലിബ്രിറ്റി മിടുക്കൻ ഫാമിലിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പേരെങ്ങനെ? എന്റെ പേര് ഹർഷ് ജി ഹരി. ഹർഷ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരു സെലിബ്രിറ്റിയാ പ്രതീക്ഷിക്കാം അല്ലേ? ശരിയല്ലേ? ഒരു സെലിബ്രിറ്റി ആണിപ്പം. ആണ്. കേരളത്തിലെ 10ാമൻ, ഓൾ ഇന്ത്യയിലെ 480. നമുക്ക് ഫാമിലിയോട് ചോദിക്കാം ഈ സന്തോഷം എങ്ങനെയാന്ന്. ഫാമിലിയോട് മാത്രമല്ല, ആദ്യം ചോദിക്കണം നമ്മുടെ ക്ലാസ് ടീച്ചറിനോട്. ക്ലാസ് ടീച്ചറിനെ പരിചയപ്പെടാം. ടീച്ചറിന്റെ പേരെങ്ങനെ? എന്റെ പേര് റോസ്മി. റോസ്മി. ചെക്കന്റെ സന്തോഷം എങ്ങനെയാണെന്ന്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഹർഷിന് ഇങ്ങനെ ഒരു വിജയം കിട്ടിയതിൽ. അപ്പൊ ആള് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഡൗൺ ആവും. അപ്പൊ അതിന്റെ അടുത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും കുഴപ്പമില്ല മിസ്സേ, ഞാൻ പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഇച്ചിരി ഡിസ്ട്രാക്ഷൻ പരീക്ഷ പോകുന്നതിന് മുന്നേ വിളിച്ച് പറഞ്ഞിരുന്നു മിസ്സേ ഇങ്ങനെ എക്സാം എഴുതാൻ പോവാണ്. എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു മിസ്സേ എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ അത്യാവശ്യം ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാം. എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവന് കിട്ടിയതില്. പാരന്റ്സിന്റെ അമ്മയാണല്ലേ? അമ്മയുടെ പേരെങ്ങനെ? അമ്മ എന്റെ പേര് ഗീത ഹരികുമാർ. എന്ത് ചെയ്യുന്നു? ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം മസ്കറ്റിലാണ്. ഓക്കെ. അപ്പൊ എങ്ങനെ കാണുന്നു ചെക്കന്റെ ഒരു റിസൾട്ട്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. മനസ്സിലാവുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്ന തരത്തില്ല. 22 ലക്ഷം പിള്ളേരാണ് ഇത് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 10ാം റാങ്ക് കേരളത്തിലും 480 ഓൾ ഇന്ത്യയിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? തീർച്ചയായിട്ടും മോന്റെ ഹാർഡ് വർക്ക്, ബ്രില്യന്റിന്റെ സപ്പോർട്ട്, ഈശ്വരാനുഗ്രഹം എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ അവന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും. അച്ഛനെ ഒന്ന് പരിചയപ്പെടാം. അച്ഛന്റെ പേരെങ്ങനെ? എന്റെ പേര് ഹരികുമാർ. ഹരികുമാർ. എന്ത് ചെയ്യണു? ഞങ്ങള് മസ്കറ്റിൽ സെറ്റിലാണ്. അവിടെ ഒരു ചെറിയ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണോ? അതെ അതെ, ഒള്ളി ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ അത് നമുക്ക് ഒരുപാട് വലിയ സന്തോഷം. അതായത് നമ്മുടെ ബ്രില്യന്റിന്റെ വിക്ടറിയുടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവർ മസ്കറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് അല്ലേ? ഈ ലീവിന് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം മാത്രം. അപ്പൊ അത് വലിയൊരു സന്തോഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് അറിഞ്ഞപ്പോഴത്തേനും? ഒരു കേരള 10 അല്ലെങ്കിൽ ഈ 480 റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആകെ ഒരു പ്രാർത്ഥന, ഏതെങ്കിലും അത്യാവശ്യം ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അതായിരുന്നു പ്രാർത്ഥന. റിസൾട്ട് വന്നപ്പോൾ ശരിക്കും അതിനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് റിയലൈസ് ചെയ്തു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അവിശ്വസനീയമായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഈ റാങ്ക് നമ്മൾ ഒരിക്കലും ടു ബി ഹോണസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. അത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ബ്രദർ ആണല്ലേ? എന്റെ പേര് ഹാരിഷ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ബാംഗ്ലൂർ ഡേറ്റ അനലിസ്റ്റ് വർക്ക് ചെയ്യാം. നിങ്ങളുടെ ഫാമിലി എവിടെയാ? അപ്പൊ കേരളത്തിൽ എവിടെയാ സെറ്റിൽഡ്? ഞങ്ങൾ കൊല്ലംകാരാണ്. ശരി. ഞാനിതുപോലെ ബ്രില്യന്റ് ഉണ്ടായിരുന്നു. ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ബ്രില്യന്റിന്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഒരാൾ വന്നാൽ തൊട്ട് പുറകെയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം ബ്രില്യന്റോട് തന്നെ വരുന്നത്. അതെ. ചേട്ടനിപ്പം ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ചെക്കന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? അത് പരീക്ഷ എഴുതി വന്ന് ഞാൻ അതിനെ കണ്ടേ, അവന്റെ മുഖം കണ്ടപ്പോ എനിക്ക് തോന്നി എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ആരും കാണിപ്പിച്ച നേരെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ എക്സാം ഇത്തിരി ടഫാണ്. ഇത്രയും കാലം ഇറങ്ങി ടഫ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഇറങ്ങി നീറ്റിന്റെ ഒരു പാറ്റേൺ ആയിരുന്നില്ല. സ്റ്റൈൽ ഇത്തിരി ഡിഫറെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് പറയാം. ചെക്കൻ എക്സാം കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ ചേട്ടനായിരുന്നല്ലേ സപ്പോർട്ട് ചെയ്തത്? ശരി. അപ്പൊ ഞാൻ കാര്യക്കൊണ്ടേ, അമ്മയെ കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല, കാര്യക്കൊണ്ടേ. ഞാൻ പറഞ്ഞു പ്രതീക്ഷ എഴുതാൻ പറ്റിയില്ല, പാടായിരുന്നു. ഞാൻ പറഞ്ഞു നീ ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്തു. അതിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, വരുന്ന ചെയ്യണം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിലൊരു ന്യൂസ് പാടായിരുന്നു. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും കീ വന്നു. പിന്നെ നോക്കിയപ്പോഴാണ് ഒരു ശാന്തി ആയത്. കുഴപ്പമില്ല, സന്തോഷമായത്. എന്തായാലും റിസൾട്ടില് 100% സക്സസ്ഫുൾ ആണ് ആള് അല്ലേ? സെലിബ്രിറ്റി. അപ്പൊ നമുക്ക് ഇനി നീ പറയുന്നതാണ് കേൾക്കേണ്ടത്. എന്താണ് റിസൾട്ടിനെ കുറിച്ച്, എന്താണ് ബ്രില്യന്റിനെ കുറിച്ച് പറയാനുള്ളത്? റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെ മറ്റേ ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചർ ഭയങ്കര കലിപ്പായിരുന്നു? അല്ല, നല്ല. എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടില്ല വലുതായിട്ട്, എന്റെ കുഴപ്പമില്ല. ഇല്ല, പക്ഷെ വലുതായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മിസ് ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ അല്ലേ? ഭയങ്കര സ്നേഹത്തോടെ. ആണോ? ഓ,
ഇവിടെ പറയത്തില്ലാത്തുള്ളൂ, പാരന്റ്സിനൊക്കെ വിളിച്ച് പറയുമായിരുന്നു. എല്ലാം അപ്ഡേറ്റിംഗ് ആയിരുന്നു അല്ലേ? ആയിരുന്നു ആയിരുന്നു ഇവര് തമ്മിലാണ് ഒരുപക്ഷെ നമുക്ക് പാരന്റ്സിന് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു അക്കാഡമിക് കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ. ഒരു ടീച്ചറിന്റെ ബാച്ചിൽ നിന്ന് ഒരാൾക്ക് ഒരു 10 റാങ്ക് കിട്ടാന്നൊക്കെ പറയുമ്പോൾ ടീച്ചറിന്റെ ഹെവി സന്തോഷമാണ്. അതിനൊക്കെ കാരണമായതിന് നമുക്കും ഭയങ്കര അഭിമാനമില്ലേ? ചേട്ടൻ പറഞ്ഞു കേട്ടോ, ചേട്ടന്റെ ഭയങ്കര സപ്പോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് റിസൾട്ടിനെ കുറിച്ച്. മാത്രമല്ല ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടി. അപ്പോ ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷം. ഇനി എന്തിനു പോകാനാ താല്പര്യം? ഇനി കോളേജിൽ പോകാനാണ് ഇപ്പൊ നോക്കുന്ന. എയിംസ് ഭുവനേശ്വർ ആണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ചോദിക്കുന്ന പോലെ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻസ് അങ്ങനത്തെ വല്ലതും ഉണ്ടോ മെഡിക്കൽ ഫീൽഡിൽ? ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതെ അതെ, കാരണം എന്തായാലും 5 വർഷം കോളേജിൽ പോകുമ്പോ എന്തായാലും തോന്നുന്ന മാറും. അപ്പോ വെച്ച് കോളേജിൽ പോയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ് കേട്ടോ. ശരി, താങ്ക് യു.